സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നമ്മൾ അപ്പോൾ ഒരു വലിയ വീഡിയോ സീരീസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ടാസ്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോസ് റിക്കവറി എന്ന ഈ ഒരു വീഡിയോ സീരീസിൽ എനിക്ക് തോന്നുന്നത് 9ാമത്തെ വീഡിയോ ആണ്. അതേപോലെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്നുള്ളതിൽ 30ന് ശേഷമുള്ള ഏതോ ഒരു ചാപ്റ്ററും കൂടിയാണ്. സോ പ്രധാനമായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ സംഭവമൊന്നുമല്ല, എന്നാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പൊസിഷൻ സൈസ്, ടാർഗറ്റ്, അതുപോലെ പ്രീമിയം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ പരമാവധി ടെക്നിക്കൽ വേർഡ്സ് ഒഴിവാക്കി ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വളരെ സിംപ്ലിഫൈ ചെയ്താണ് സംസാരിക്കുന്നത്. ഈവൻ പ്രീമിയം എന്ന് പോലും ഞാൻ പറയാറില്ല, എൻട്രി പ്രൈസ് അല്ലെങ്കിൽ വില എന്നൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ, അതായത് ഇനീഷ്യൽ ലെവൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഞാൻ ഒരു ട്രെയിനറാണ്. അപ്പോൾ സംസാരിച്ച് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ലെങ്തി ആയി പോകുന്നുള്ളത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ വീഡിയോയുടെ പകുതിയിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന ആളല്ല എന്നുള്ളത്. ഇത് രണ്ടും ഒരു സാധാരണ ഇപ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡർ കേൾക്കുമ്പോൾ ഞാൻ വിരോധാഭാസമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിലാണ് മനസ്സിലാക്കുക. കാരണം തുടക്കത്തിൽ എന്താ പറയുക, ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് പറയുന്നു, പിന്നെ ക്ലാസ് എടുക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെന്തോ ഒരു ഉടായ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് വാട്സപ്പിൽ, ഉടായ്പ എന്നല്ല, വളരെ സ്നേഹം, വളരെ പരിചയമുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. ഇങ്ങനെ ഒരു വിപരീത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ട്രെയിനറാണ്, അല്ലെങ്കിൽ ഞാനൊരു പഠിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചല്ല. പ്രധാനമായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്, ഏറ്റവും ആഗ്രഹിച്ച് പഠിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫി ട്രെയിനിങ്സ് എന്നുള്ളത്. മീഡിയ പ്രൊഡക്ഷൻ എന്നൊരു ടോപ്പിക്കിലാണ് അത് പോകുന്നത്. അതിനകത്ത് ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെ ബ്ലോഗിങ് തൊട്ട് എല്ലാ കാര്യങ്ങളും, ഈവൻ ഓഡിയോ റെക്കോർഡിങ്, അതിൻ്റെ കാര്യങ്ങൾ, ഒരു മീഡിയ പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ്, അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏകദേശം 4000 ആൾക്കാരെയാണ് ഞാൻ നേരിട്ട് ക്യാമറ കയ്യിലെടുത്ത് കൊടുത്ത് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചിട്ടുള്ള 10 വർഷത്തെ ഒരു യാത്രയാണ്. 2010 ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ 2014 ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ റൗണ്ടിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി 2020-22 വരെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാനത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. കാരണം ഫുൾ ടൈം ട്രേഡർ എന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ 2020 കൊറോണയാണ് പ്രധാനമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ക്ലോസ് ചെയ്യാൻ കാരണമായത്. പുറത്തിറങ്ങാനും ഈവൻറ്റുകൾ നടത്താനൊന്നും സാധിക്കാതെ മീഡിയ പ്രൊഡക്ഷൻ എന്ന ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ഫീൽഡിനോട് ഞാൻ ബൈ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഞാൻ ട്രെയിനറാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം എൻ്റെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ, നേരിട്ട് ഒരു ക്ലാസ്സിൽ നോർമലി ഒരു 30 പേരാണ് പങ്കെടുക്കുക. ആ 30 പേർക്ക് ബേസിക് കാര്യങ്ങൾ ക്യാമറ കയ്യിലെടുത്ത് കണ്ണിന് വെച്ച് കൊടുത്തിട്ട് ഇന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്ന കാര്യം, അങ്ങനെ 4000-ലധികം ആൾക്കാരെ ഞാൻ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ 4 രാജ്യങ്ങളിൽ, ഞാൻ UAE-ലായിരുന്നു പ്രധാനമായിട്ടും. അവിടുന്ന് ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ഈ 3 രാജ്യങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയത്. UAE-ലെ എല്ലാ എമിറേറ്റിലും ഞാൻ, എൻ്റെ ഓർമ്മയിൽ 400-ലധികം വർക്ക്ഷോപ്പുകൾ അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ ആഴ്ചയും ഓരോ സംഘടനകൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവാറ്. കേരളത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ തന്നെ 22 വർക്ക്ഷോപ്പുകൾ, അതും ഒരാഴ്ച നീണ്ടിരിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളും ബൈക്ക് എടുത്ത് യാത്ര ചെയ്ത് 1 മാസമൊക്കെ താമസിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഗവൺമെൻറ് ഒഫീഷ്യൽസിന് കുറേ ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക് എൻഡിലുള്ള മറ്റൊരു ഫീൽഡ് എന്ന് പറയുന്നത്. ഞാനത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ വിരോധാഭാസം തോന്നുന്ന കമൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ കഴിഞ്ഞ വീഡിയോയിൽ വന്നതുകൊണ്ടാണ് ഇതിപ്പോൾ പറയേണ്ടി വന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, പിന്നെ ഇതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിൽ ഡൈവേർട്ടാണ്. പക്ഷേ പെട്ടെന്ന് ഞാൻ ഓർത്തിട്ട് തിരിച്ച് വരാൻ ശ്രമിക്കാറുണ്ടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഭാഗങ്ങളൊന്നും സ്കിപ്പ് ചെയ്തേക്കുക. കാരണം എഡിറ്റ് ചെയ്ത് ലോഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം ടാർഗറ്റാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ്
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് താഴെ ആ ഒരു ഇഷ്ടം രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ പ്രതികരണങ്ങളിലാണ് എനിക്ക് എനർജി കിട്ടുന്നത്. ഞാൻ ഓരോന്നും വായിച്ച് നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത കമൻറ്റുകൾ പോയി നോക്കൂ. ഞാൻ ഉറപ്പായിട്ട് അതിന് ഞാൻ മറുപടി തന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ക്രിറ്റിക്സ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി പേര് നല്ല തംസപ്പും കാര്യങ്ങളും അങ്ങനെ തരുന്നത്, അതിലൊന്നും പരാതിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഒരു ഡിസ്കഷൻ പോലെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു. സോ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ്ങും എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഒരല്പം ടെക്നിക്കൽ തന്നെയാണ്, എന്നാലും കൂടി വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ട്രേഡിങ്ങിൽ ലാഭം കിട്ടുക എന്നുള്ളത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ നഷ്ടം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. നഷ്ടം ഉണ്ടാക്കരുത് എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ പ്രോഫിറ്റ് കിട്ടണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിസ്റ്റത്തിനെയൊക്കെ ഫോളോ ചെയ്ത് കാത്തിരുന്ന് ഇനി പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ നിങ്ങൾക്കത് എക്സിറ്റായി പോവാം. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ലോസ്, ഒരു പ്രോഫിറ്റ് കണ്ടിട്ട് പോലും അതെടുക്കാതെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കരുത്. അപ്പോൾ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് ഓപ്ഷണലാണ്, പക്ഷേ നഷ്ടം ഇല്ലാണ്ടാക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതിലൊരു എക്സ്ക്യൂസ് ഇല്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ ബുക്കിൽ എഴുതി വച്ചേക്കുക. ഓൾറൈറ്റ്. അപ്പോൾ നഷ്ടം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ എവിടെയാണ് ഒരു നമുക്ക് എന്താ പറയുക ഒരു പ്രോഫിറ്റ് തുടങ്ങുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം വരും. സോ സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും വാങ്ങിയ വിലയേക്കാൾ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയില്ലേ എന്നാണ്. ഒരിക്കലും അതല്ല ശരി. നിങ്ങൾ വാങ്ങിയ വിലയുടെ കൂടെ ബ്രോക്കറേജിൻ്റെ ചാർജ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക അതിൻ്റെ മുകളിലേക്ക് ഒരു പ്രൈസ്, നിങ്ങളുടെ കറൻറ്റ് പ്രൈസ് കയറി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. നഷ്ടം സ്വീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റാണ് ചെറിയ ലാഭങ്ങൾ സ്വീകരിക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന ലോജിക്ക് ഒന്നും വ്യക്തമല്ല. ട്രേഡിംഗ് അറിയുന്നവർക്ക് ചിലപ്പം ഇത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ 100 രൂപയിൽ എൻട്രി എടുത്തിട്ട് 115 രൂപ വരെ കണ്ടു പ്രൈസ്. നമ്മളുടെ ടാർഗറ്റ് 125 രൂപയാണ്. നമ്മൾ 115 നിന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ട് ആ 80 രൂപയിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഈ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഒഴിവാക്കാൻ പറയുന്നത്. കാരണം അവിടെ 115 രൂപ പ്രൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ സ്റ്റോപ്പ് ലോസിനെ കൊണ്ടുവന്നിട്ട് 100ൻ്റെ മുകളിൽ എവിടെയെങ്കിലും വെക്കായിരുന്നു. എന്തായാലും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിക്കും. സോ നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ നമുക്ക് എക്സിറ്റ് ആയിക്കൂടെ? അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ലോജിക്ക്. അതായത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ ബ്രോക്കറേജ് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് കിട്ടുന്നതെല്ലാം തന്നെ നമ്മുടെ ലാഭമാണ്, നമുക്ക് അർഹതപ്പെട്ട ലാഭമാണ്. നഷ്ടം ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്ന ട്രേഡിനേക്കാൾ ഏറ്റവും മികച്ചതാണ് കോസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ചെറിയ ലാഭത്തിൽ അവസാനിക്കുന്ന ട്രേഡുകൾ. ഓക്കെ, ഇതൊക്കെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു പോളിസിയാണ്. ഈ ഒരു പോളിസി നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മളിപ്പോൾ ചായ ഒഴിക്കുമ്പോൾ അതിലും പഞ്ചസാരയുടെ അളവ് ഇത്ര ആയിരിക്കണം എന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആകുന്നത് പോലെ തന്നെ ട്രേഡിങ്ങിൽ ഇത്തരം സംഭവങ്ങളിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പരിധി വരെ അതൊരു ഫോർമുലയാണ്. 5ഉം 4ഉം കൂട്ടിയാൽ 9 കിട്ടും. അതങ്ങനെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഒരു മാത്സിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന കാര്യമാണ്. 5ഉം 4ഉം 9 തന്നെയാണ്. ഓക്കെ, പക്ഷേ ട്രേഡിങ്ങിൽ അത് നടക്കില്ല. നമുക്ക് ഇപ്പോൾ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്, അതിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ ട്രേഡിങ്ങിൽ ചില സമയത്ത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 90 സെൻറ്റിമീറ്റർ ആവും, ചില സമയത്ത് 110 സെൻറ്റിമീറ്റർ ആവും. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് മാറ്റേണ്ടി വരും. അപ്പോൾ ട്രേഡിങ് മോറോവർ ഒരു എന്താ പറയുക ഒരു കച്ചവടമാണ്. അപ്പം ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഫോർമുലയാണ്, ഒരു മാത്സ് ആണത്. കണക്കിൽ 5ഉം 4ഉം 9 എന്ന രീതിയിൽ കിട്ടുന്നതാണ്. അത് ട്രേഡിങ്ങിൽ നടക്കില്ല എന്ന് പറഞ്ഞ് സ്ട്രാറ്റജി പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സ്ട്രാറ്റജിയിൽ ഒട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ട്രേഡിങ് പരാജയപ്പെട്ടു പോകും. ട്രേഡിങ് എന്നാൽ ഒരു പരിധി വരെ കച്ചവടമാണ്. ഒരു ഫോർമുല 5ഉം 4ഉം 9 എന്ന് ബലം പിടിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 100 രൂപയിൽ എൻട്രി എടുക്കുന്നു, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, 125 രൂപയിൽ ടാർഗറ്റ് വയ്ക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്റം പ്രകാരം ഒന്നുകിൽ 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് കിട്ടണം, അല്ലെങ്കിൽ 25 രൂപയിൽ ടാർഗറ്റ് കിട്ടണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്ട്രാറ്റജിയുടെ കണ്ടീഷനാണ്. നമ്മുടെ സ്ട്രാറ്റജി നമ്മളോട് പറയുന്നു ഒന്നുകിൽ 80 രൂപയിൽ എക്സിറ്റ് ആവുക, അല്ലെങ്കിൽ 125 രൂപയിൽ എക്സിറ്റ് ആവുക. പക്ഷേ ഒരു ട്രേഡർ, ഒരു കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ഒരു 122 രൂപ വരെയൊക്കെ പോയി, അല്ലെങ്കിൽ 124 രൂപ 85 പൈസ വരെ പോയി.
അവിടെ നിന്ന് പ്രൈസ് തിരിച്ചിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എത്രയാണോ നമുക്ക് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് 120 രൂപയിൽ നമുക്കത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ രീതി. പക്ഷേ ഫോർമുലയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അതെവിടെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് അങ്ങനെ ഒരു ഭാഗമില്ല. ഒന്നുകിൽ ഒരു ലോസ്, അതായത് മിനിമം ലോസ് അല്ലെങ്കിൽ ഒരു മിനിമം പ്രോഫിറ്റ്, രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടണം. പക്ഷേ ഇവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 90 സെൻറ്റിമീറ്റർ 110 സെൻറ്റിമീറ്റർ ഒക്കെ ട്രേഡിങ്ങിലാവും, കണക്കിൽ അതാവില്ല. അപ്പോൾ സ്ട്രാറ്റജി നമ്മളോട് പറഞ്ഞതിൻ്റെ അനുസരിച്ച് പോവുകയാണെങ്കിൽ ട്രേഡിംഗ് ഒക്കെ വിജയിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്ത് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു കണക്കൊപ്പിക്കുക എന്നുള്ളതല്ല. നമ്മൾ വീടൊക്കെ ഇത് ചെയ്യുമ്പം വാസ്തു ഒപ്പിക്കുന്നത് പോലെ, അവരുടെ വരവ് ചിലവ് ഒപ്പിക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയല്ല ഇവിടെ നമുക്ക് വേണ്ടത്. നമുക്കിത് നമ്മുടെ കീശയിലേക്ക് കാശ് വരണം, അത് 10 രൂപ അധികം കൊണ്ടുവരാൻ പറ്റും, അതിനാണ് ശ്രമിക്കേണ്ടത്. എന്ന് വെച്ച് ഈ മൊത്തം പരിപാടി പൊളിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സിമ്പിൾ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ക്രിയാത്മകമായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് കച്ചവടം അല്ലെങ്കിൽ പണം കീശയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ട്രേഡിങ്ങിൽ എന്താ പറയുക, ഒരു ഫോർമുല പോലെ പോകാൻ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനിൽ പോകാൻ പറ്റില്ല. ഒരല്പം ഫ്ലെക്സിബിളായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു ട്രേഡിൽ നമുക്ക് കണക്ക് പ്രകാരമുള്ള എന്താ പറയുക ടാർഗറ്റ് കിട്ടണം എന്ന് വാശി പിടിച്ചിരിക്കരുത്. അത് ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും സമ്മാനിക്കുക. പക്ഷേ ഒന്ന് ക്രിയേറ്റീവായി ചിന്തിച്ച് ആ ടാർഗറ്റ് കിട്ടുമെന്ന് ശ്രമിച്ച് നോക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, 100 രൂപയിൽ എൻട്രി, 125 ടാർഗറ്റ്, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ്, 124 രൂപ 85 പൈസയിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു യൂട്ടേൺ അടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് തിരിച്ചിറങ്ങി 120 എത്തുമ്പോൾ അപ്പോഴത്തേനും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ കച്ചവടക്കാരനെ ഉയർന്ന് എഴുന്നേൽക്കണം. 120 അതിനെ കട്ട് ചെയ്തേക്കുക. അവിടെ ചെറിയൊരു പ്രോഫിറ്റ്, അവിടെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നല്ല പറയുന്നത്, ചെറിയ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റായി. ഓക്കെ, എന്ത് തന്നെയായാലും അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും മികച്ചതായിരുന്നു നമ്മളന്ന് ഇതിൽ എക്സിറ്റ് ആയത്. ഇനി ഇങ്ങനെ എക്സിറ്റ് ആവുന്നതിനും ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ പുറകെ വരുന്ന ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നിനും വാശി പിടിച്ച് നിൽക്കരുത്. വളരെ ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ കീശയിലേക്ക് കാശ് വരണം എന്ന ചിന്തയിലായിരിക്കണം നമ്മൾ ട്രേഡുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടാർഗറ്റ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ് തുടക്കത്തിൽ. പക്ഷേ ടാർഗറ്റ് കിട്ടിയില്ലെങ്കിലും ഈ ഒരു ട്രേഡിൽ ലോസ് വരില്ല എന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു അവിടെ. അതായത് ഒരു ട്രേഡിൽ എൻട്രി ചെയ്തു, 100 രൂപയിൽ എൻട്രി ചെയ്തു, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ്, 125 രൂപയിൽ ടാർഗറ്റ്. ഇതിനകത്ത് 125 രൂപ ടാർഗറ്റ് കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അതൊക്കെ അത് ഓപ്ഷണലാണ്, നമ്മൾ വിട്ടു. പക്ഷേ അത് 80 രൂപയിൽ പോയിട്ട് ഹിറ്റ് ആവില്ല എന്നത് കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ പരമാവധി സ്റ്റോപ്പ് ലോസിനെ ഏത് രീതിയിലും നിങ്ങൾ കോസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, നോർമലി നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോട്ടെ അത് ഞാൻ ഇതിൻ്റെ പുറകെ അടുത്ത പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസിൻ്റെ കൂടെ, സ്റ്റോപ്പ് ലോസ് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ 100 രൂപയിൽ എൻട്രി, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസിൻ്റെ 20 രൂപയോടൊപ്പം നിങ്ങൾക്ക് ബ്രോക്കറേജ് എത്ര വരും, അതായത് ചാർജസ് എത്ര വരുമോ അതും കൂടെ കൂട്ടിയതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയ ഒരു ടാർഗറ്റ്. അങ്ങനെ വരുമ്പോൾ ഒരു നിഫ്റ്റിയിൽ ഇപ്പോൾ 25 ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. 25 ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു ബൈയിങ്ങും സെല്ലിങ്ങും കൂടെ കൂട്ടിയിട്ട് 65 രൂപ വരും എന്ന് കരുതാം. ഒരു കണക്കെളുപ്പത്തിൽ തന്നെ നമുക്ക് 75 രൂപ വേണം. 25 ക്വാണ്ടിറ്റിയിൽ 3 രൂപ കൂടുതൽ കിട്ടിയാലാണ് നമുക്ക് ബ്രോക്കറേജ് കവർ ചെയ്യുക എന്ന് കരുതുക. അപ്പോൾ 20 രൂപയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലസ് 3. അപ്പോൾ 23 രൂപയുടെ ഒരു പ്രോഫിറ്റ് നമുക്ക് അവിടെ മിനിമം കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ട്രേഡ് നമുക്ക് സക്സസ്ഫുൾ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. ഈ ഒരു ട്രേഡ് ഇത്, പക്ഷേ ഈ ട്രേഡ് ഇങ്ങനെ ഒരു 100 ട്രേഡിൽ 50 ട്രേഡ് സക്സസ്സും 50 ഫെയിലിയറും ആണെങ്കിൽ പോലും നിങ്ങൾ പ്രോഫിറ്റിലാവില്ല, നിങ്ങൾ ലോസ് ഇല്ലാതെ നിൽക്കും എന്നേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസിൻ്റെ കൂടെ ബ്രോക്കറേജ് കൂടെ കൂട്ടിയ തുകയായിരിക്കണം. ഓക്കെ, പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൽ നമുക്ക് അങ്ങനെ ബ്രേക്ക് ഈവനായിട്ട് നിന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ നോർമലി പറയുന്നത് സ്റ്റോപ്പ് ലോസിൻ്റെ കൂടെ ബ്രോക്കറേജ് കൂടെ കൂട്ടിയിട്ട് അതിൽ 10% ആഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 23 രൂപ ആണ് നമ്മുടെ ഇപ്പോൾ നേരത്തെ കിട്ടിയത്. ബ്രേക്ക് ഈവൻ ആവാൻ നമുക്ക് കിട്ടിയത് 20 രൂപ സ്റ്റോപ്പ് ലോസ്, 3 രൂപ അതിൻ്റെ ബ്രോക്കറേജും കൂടി അങ്ങനെയാണ് വന്നത്. ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 25-50 ലോട്ട് ചെയ്യുന്നവർ ആ രീതിയിൽ കണക്കൂട്ടി എടുക്കണം. എന്നിട്ട് അതിൻ്റെ 10% അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 23 പ്ലസ് 2 രൂപ 30 പൈസ, 25 രൂപ 30 പൈസ.
ആ 30 പൈസ വിട്ടേക്കാം. 25 രൂപ നമുക്ക് മിനിമം പ്രോഫിറ്റ് കിട്ടി. 20 രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടെങ്കിൽ 25 രൂപ മിനിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് ഏറ്റവും മിനിമം ടാർഗറ്റ് സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൽ. ക്ലിയർ അല്ലേ അത്? ഇനി നിങ്ങൾക്ക് അതല്ല, നിങ്ങൾ 100 രൂപയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെങ്കിൽ എത്രയാണോ നിങ്ങളുടെ ബ്രോക്കറേജ് വരുന്നത്, ബ്രോക്കറേജ് 5 രൂപയാണ് വരുന്നതെങ്കിൽ, അതായത് ഒരു ലോട്ടിന് നമ്മൾ 125 രൂപ ബ്രോക്കറേജ് വരുന്നുണ്ടെങ്കിൽ 5 രൂപ, അപ്പോൾ 105 രൂപ ബ്രേക്ക് ഈവൻ ആകാൻ വേണം. പ്ലസ് 10, അപ്പോൾ എന്താ പറയുക, 10 രൂപ 50 പൈസ അതിൻ്റെ കൂടെ 105 പ്ലസ് 10 115 രൂപ നിങ്ങൾക്ക് മിനിമം പ്രോഫിറ്റ്. 100 രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ 115 രൂപ മിനിമം അതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൽ. ഓൾറൈറ്റ്. ഇനി ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ടാർഗറ്റ് എന്ന് ഇതുവരെയും പറഞ്ഞത് ഒരു സ്റ്റോപ്പ് ലോസ് ഒരു ടാർഗറ്റാണ് അല്ലേ. ആ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്നും 10% ആഡ് ചെയ്ത്, അതായത് 1.1, ഇപ്പോൾ 20 രൂപ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന കരുതുക. അതിൽ 1.1, അതായത് ബ്രോക്കറേജിൻ്റെ കൂടെ 10% കൂടെ കൂട്ടിയിട്ട് വയ്ക്കുന്നത് ഏകദേശം 25 രൂപ. അപ്പം 100 രൂപയിൽ എൻട്രി, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 125 രൂപയിലായിരിക്കും. ഓക്കെ, 125 രൂപ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എവിടെ വരും? അത് 2 ആണ്. 2 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 20, 100 പ്ലസ് 40 ആണ് സെക്കൻഡ് ടാർഗറ്റ്. അപ്പോൾ 140 രൂപ സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഇൻറ്റു 3, അപ്പോൾ 100 പ്ലസ് 60, 160 രൂപ. അപ്പോൾ ടാർഗറ്റ് ഇങ്ങനെയാണ് വരിക. അതായത് നമ്മുടെ ട്രേഡിൻ്റെ ഇത് ഇങ്ങനെയാണ് വരിക. 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ്, 100 രൂപയിൽ എൻട്രി, 125 രൂപ ഫസ്റ്റ് ടാർഗറ്റ്, 140 രൂപ സെക്കൻഡ് ടാർഗറ്റ്, 160 രൂപ തേർഡ് ടാർഗറ്റ്. മിനിമം 3 ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഒരു ചാർട്ടിൽ ഇതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ പിന്നീട് ഒരു സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു കാര്യം ഓർത്തോളാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1.1 ആയിരിക്കണം. 1:1 ആയിട്ട് സെറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓൾറൈറ്റ്. സെക്കൻഡ് ടാർഗറ്റൊക്കെ നമുക്ക് ആവശ്യത്തിന് പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 1:2 കിട്ടിയാൽ മതി, 1:3 വന്നാൽ മതി, എല്ലാം ഓക്കെയാണ്. ഒരു പ്രാവശ്യം നമ്മളൊരു സ്റ്റോപ്പ് ലോസ് 100 രൂപയിൽ ഞാൻ എൻട്രി എടുത്തു, 80 രൂപയിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്തതിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു എന്ന് പറയും. പിന്നീട് പ്രൈസ് മുകളിലോട്ട് കയറി പോകുമ്പോൾ എനിക്ക് ആ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് എമൗണ്ടിനെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നതിനാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ലോസിനെ ഒരിക്കലും താഴോട്ട് ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഫസ്റ്റ് സെറ്റ് ചെയ്തെടുത്തുനിന്ന് അതിൻ്റെ എമൗണ്ട് കൂട്ടുന്നതല്ലാതെ കുറക്കാൻ പാടില്ല. അങ്ങനെ കുറക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ മോഡിഫൈ ചെയ്യരുത്. അവിടെ വെച്ച് അടിച്ചു പോയിക്കോട്ടെ എന്ന് കരുതി അവിടെ വിട്ടേക്കണം. സ്റ്റോപ്പ് ലോസിനെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പരിപാടി തന്നെയാണ് നമ്മൾ ശരിക്കും സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് പോകുന്നതിൻ്റെ പുറകെ നമ്മളിങ്ങനെ ഒരു വാലം പിടിച്ച് പോകുന്ന പരിപാടിയാണ്. സോ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരു പ്രാവശ്യം 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു, 100 രൂപയിൽ എൻട്രി എടുത്തു, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. പ്രൈസ് 115 രൂപ എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 15 രൂപ താഴെയായിട്ട്, അപ്പം ഒരു 95 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. പ്രൈസ് 150 രൂപ എത്തുമ്പോൾ നമ്മളൊരു 130 രൂപയിലേക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടെന്ന് വെച്ചു. അങ്ങനെ അതിൻ്റെ പുറകെ വാല് പിടിച്ച് പോകുന്ന പരിപാടിയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് മൂവ്മെൻറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. ഏതൊരു ഇതിനകത്ത് പ്രൈസ് ആക്ഷനിൽ പഠിക്കുമ്പം നമുക്ക് കുഷ്യൻ സ്പേസ്, അതുപോലെ മൂവിങ് സ്പേസ് എന്നൊക്കെ പറഞ്ഞ് കുറേ തിയറി, ഫോട്ടോഗ്രാഫിയിലുള്ള ഒരു തിയറിയാണ് മൂവിങ് സ്പേസ്. അതേപോലെ തന്നെ ഇതിനകത്തും നമുക്ക് മൂവിങ് സ്പേസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒരു പ്രൈസ് ആക്ഷനിൽ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ആ പ്രൈസ് ആക്ഷൻ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സ്വിങ്ങുകൾ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് ഈ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ടാവുക. അതായത് ആദ്യം ഒരു 100 രൂപയിൽ നിന്ന് 115 രൂപയിലേക്ക് പോയി, പിന്നെ 108 രൂപയിലേക്ക് ഇറങ്ങി വന്ന്, വീണ്ടും 125 രൂപയിലേക്ക് പോയി, 110 രൂപയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വിങ്ങുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രൈസ് മുകളിലോട്ട് കയറി പോകുന്നുണ്ടാവും. ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇപ്പം 1 മിനിറ്റാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒട്ടുമിക്ക ബ്രോക്കേഴ്സും കൊടുക്കുന്നത്. ഏതോ 1-2 ബ്രോക്കേഴ്സ് ചെറിയ സെക്കൻഡുകളിലുള്ള ക്യാൻഡിൽസും കൊടുക്കുന്നത്. ഏത് തന്നെയാലും അത് നിരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ സ്വിങ്ങുകൾ ഇങ്ങനെ ചെറുത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്വിങ്ങിൻ്റെ ഹൈ, അടുത്ത സ്വിങ്ങിൻ്റെ ഹൈ ഒക്കെ നിരീക്ഷിച്ചിട്ട് അത് തമ്മിൽ എത്ര രൂപയുടെ ഗ്യാപ്പ് വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആ പ്രൈസ് മൂവ്മെൻറ്റ് നിരീക്ഷിച്ചിട്ടായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒറ്റയടിക്ക് 100 രൂപയിൽ നിന്ന് 125 രൂപയിലേക്ക് പ്രൈസ് കയറുമ്പോൾ നമ്മൾ കൊണ്ടുപോയി 120 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. പ്രൈസ് മൂവ്മെൻറ്റിന് ഞാൻ പറഞ്ഞു ആവശ്യമായ മൂവിങ് സ്പേസ് അല്ലെങ്കിൽ കുഷ്യൻ സ്പേസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. മൂവിങ് സ്പേസ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം.
ഞാൻ ഈ പറഞ്ഞ പോലെ സ്വിങ്ങിന് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകാനുള്ള ആ ഒരു സ്പേസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ ഇടയിൽ വന്ന് പോകരുത് എന്നാണ് ഈ ഇതിൻ്റെ കൊണ്ട് ഉദ്ദേശിച്ചത്, മൂവിങ് സ്പേസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ആ സ്വിങ്ങിൽ ഇടയിൽ പെടാത്ത രീതിയിൽ കൃത്യമായ രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ സ്വിങ്ങിൻ്റെ ഹൈ ഇപ്പോൾ 100 രൂപയിൽ എൻട്രി എടുത്തിട്ട് പ്രൈസ് നേരെ 115 രൂപയിൽ കയറി 108 രൂപയിൽ വന്നു, 118 രൂപയിൽ കയറി 110 രൂപയിൽ വന്നു, 125 രൂപയിൽ പോയി, 114 രൂപയിൽ, അങ്ങനെ താഴോട്ടും മുകളിലോട്ടും പോകുന്ന അതിൽ പെടാതെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഓരോ ഇൻഡെക്സിനെ കുറിച്ചും പഠിച്ച് മനസ്സിലാക്കണം. അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ സ്വിങ്ങിൽ എത്ര സ്ട്രൈക്കാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത് കേട്ടോ, ഇൻഡെക്സ് അല്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറും അല്ല. സ്ട്രൈക്ക്, നിങ്ങൾ ബൈ ചെയ്യാൻ പോകുന്ന സ്ട്രൈക്കിൽ ആ സ്വിങ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. പ്രധാനമായിട്ടും വിക്സ് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കിട്ടും. അപ്പോൾ വിക്സ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താ പറയുക, ഈ കറൻറ്റ് പ്രൈസ് പീക്ക് വന്ന പ്രൈസിൽ നിന്നും എത്ര രൂപ താഴെയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ആ ഗ്യാപ്പിനെ നമ്മൾ TSL ഗ്യാപ്പ് എന്നാണ്, അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഗ്യാപ്പ് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ഈ TSL ഗ്യാപ്പ് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പടപടാ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ TSL ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രൈസിൻ്റെ ഒരു പീക്ക് പ്രൈസിൽ നിന്നും എത്ര രൂപ താഴെയായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വരുന്നത് എന്ന് ആ ഗ്യാപ്പ് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് TSL ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ TSL ഗ്യാപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വളരെ പെട്ടെന്ന് അടിച്ചു പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വിങ്ങിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഓർഡർ വന്ന് പ്ലേസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് അവിടെ ഹിറ്റാവും. അതോടുകൂടി നിങ്ങൾ ട്രേഡ് ചിലപ്പോൾ ഒന്നും കിട്ടാതെ ചെറിയ ലോസിലൊക്കെ അവസാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ കണ്ടിന്യൂസ്ലി സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കുഴപ്പം. സ്റ്റോപ്പ് ലോസിൻ്റെ അല്ലെങ്കിൽ TSLൻ്റെ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഇതിൻ്റെ പുറകെ ഞാൻ പറയുന്നുണ്ട്. സോ അതിനായിട്ടൊന്ന് കാത്തിരിക്കുക. ഓക്കെ, നമ്മൾ വളരെ ക്വിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് മാറ്റുന്നതിനെ അഗ്രസീവ് ട്രെയിലിംഗ് എന്നാണ് വിളിക്കാറുള്ളത്. അത് ചിലപ്പോൾ ഈ എക്സ്പയറി ഡീൽ ഒക്കെ ഉണ്ടല്ലോ, ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഇതൊരൊറ്റയടിക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് 60-70% പ്രൈസ് കയറിപ്പോവും. ആ സമയത്ത് നമ്മൾ അഗ്രസീവ് ട്രെയിലിംഗ് ആയിരിക്കും ചെയ്യുന്നത്. ഒരെണ്ണം മോഡിഫൈ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ മനസ്സൊന്നും മാറിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. സോ അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അഗ്രസീവ് ട്രെയിലിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, അഗ്രസീവ് ട്രെയിലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ എൻ്റെ അറിവിൽ 25 പ്രാവശ്യം മാത്രമേ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് സരോദയിലൊക്കെ. സോ അതിൽ ഞാൻ അത്രയും തവണത്തേക്ക് ഇതുവരെ ട്രൈ ചെയ്ത് എനിക്കൊരിക്കലും അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു പ്രശ്നം വന്നിട്ടില്ല, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ അതിൻ്റെ ലിമിറ്റിൽ എത്തിയിട്ടില്ല. അതിന് മുമ്പേ തന്നെ ട്രേഡ് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ. അപ്പോൾ നമ്മൾ 1 രൂപയൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നതെങ്കിൽ 25 തവണയായിരിക്കും മാക്സിമം നിങ്ങൾക്ക് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കാണിക്കും ഫർദർ മോഡിഫിക്കേഷൻ നോട്ട് പോസിബിൾ, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് റീച്ച് ചെയ്തു കാണിക്കും. അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് പ്ലേസ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ നമ്മൾ ആ ഒരു സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ ആ പരിപാടി അവിടെ സ്റ്റോപ്പായി മൊത്തം കൺഫ്യൂസ് ആവാൻ അതിനൊരു കാരണമാകും. അപ്പോൾ അത് ഓർമ്മയുണ്ടായിരിക്കണം മനസ്സിൽ. ഓക്കെ, അതിവേഗത്തിൽ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുന്നതിന് അഗ്രസീവ് ട്രെയിലിംഗ് എന്നാണ് വിളിക്കാറുള്ളത്. ഇനി ഒരു ഓപ്ഷൻ വാങ്ങിയ വിലയെ നമ്മൾ വിളിക്കാറുള്ളത് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് എങ്കിൽ കൂടി ഒരു ഓപ്ഷൻ വാങ്ങിയ വിലയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാറുള്ളത് അല്ലേ. ഒരിക്കലും അത് കോസ്റ്റ് പ്രൈസ് അല്ല. അതിൻ്റെ കൂടെ ബ്രോക്കറേജും കൂടി ചേർത്തതായിരിക്കണം നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 100 രൂപയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രോക്കറേജ് എല്ലാം കൂടി ഒരു 3 രൂപ അധികം വരുന്നുണ്ടെങ്കിൽ 103 രൂപയായിരിക്കണം നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അതെപ്പോഴും ഓർമ്മ വേണം. അല്ലാതെ 100 രൂപ ആണ് എൻ്റെ കോസ്റ്റ് എന്ന് കരുതരുത്. 103 രൂപയാണ്. ബ്രോക്കറേജ് ഫ്രീ അല്ല, ബ്രോക്കറേജ് നമ്മൾ പേ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് എന്താ പറയുക, ഒരു മസ്റ്റാണ്. അപ്പോൾ നമ്മൾ പേ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വാങ്ങിക്കഴിയുന്ന മൊമെൻറ്റിലേക്ക് 100 രൂപക്കാണ് വാങ്ങിയതെങ്കിലും കൂടി ആ മൊമെൻറ്റിൽ അത് 103 രൂപയായി മാറിയിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ എത്തുന്നത് വരെയും ഒരല്പം അഗ്രസീവായിട്ട് ട്രെയിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു
ലാഭം എന്നത് ഓപ്ഷണലാണ്, പക്ഷെ നഷ്ടമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ 100 രൂപയിൽ എൻട്രി എടുത്തു, പ്രൈസ് മുകളിലോട്ട് കയറിപ്പോൾ 110 രൂപയാകുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 90 രൂപയിലേക്കെങ്കിലും സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്ന് വെച്ചിരിക്കണം. അത് കുറച്ച് സ്പീഡായിട്ട് അവിടെ ശ്രദ്ധിച്ച് സ്പീഡായി ചെയ്യണം. വൺസ് അത് 103 രൂപയുടെ അവിടെയോ 103 രൂപയുടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടാർഗറ്റ് കാര്യങ്ങൾ കണക്കിനെ ബേസ് ചെയ്തിട്ട് പതുക്കെ കൊണ്ടുപോകാം. കാരണം തിരിച്ചിറങ്ങിയാലും നമുക്കൊന്നും നഷ്ടപ്പെടില്ല, നമ്മുടെ കോസ്റ്റ് കവർ ചെയ്ത് കിട്ടും എന്നുള്ള ധൈര്യം കൊണ്ട്. സോ അങ്ങനെ ചെയ്യണം എന്നല്ല, പക്ഷെ അതാണ് അതിൻ്റെ ഒരു രീതി. ദെൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിന് മുകളിലേക്കാണ് ട്രെയിൽ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ടാർഗറ്റ് ട്രെയിലിംഗ് എന്നാണ് വിളിക്കുക. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്നല്ല വിളിക്കുക, ടാർഗറ്റ് ട്രെയിലിംഗ് അല്ലെങ്കിൽ ട്രെയിലിംഗ് ടാർഗറ്റ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. അവിടെ നമ്മൾ നമ്മുടെ ലാഭമാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 100 രൂപയിൽ എൻട്രി, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ്, 125, 140, 160 സ്റ്റോപ്പ് ലോസ്, 3 ടാർഗറ്റ്. ഇതിനകത്ത് 103 രൂപയാണ് നമുക്ക് കോസ്റ്റായിട്ട് കിട്ടുന്നത്, 3 രൂപ സ്റ്റോപ്പ് ബ്രോക്കറേജ് ആണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് നീക്കി കൊണ്ടുവന്നിട്ട് 105 രൂപയിലെത്തി. 105 രൂപയിൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ലോസ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ വലിയൊരു ലോസിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഓർഡറിൽ ഹിറ്റ് ആയാൽ പോലും നമുക്ക് അവിടെ പ്രോഫിറ്റാണ്. സോ അതിന് ട്രെയിലിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് ട്രെയിലിംഗ്, നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തിന് നമ്മൾ വീണ്ടും അതിൻ്റെ പുറകെ ട്രെയിൽ ചെയ്ത് പോവാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ അതിനെ നമ്മൾ ട്രെയിലിംഗ് ടാർഗറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പലപ്പോഴും എവിടെയെങ്കിലും നിങ്ങൾ വല്ല അനലിസ്റ്റുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോപ്പ് ലോസ്, TSL, കോസ്റ്റ്, ട്രെയിലിംഗ് ടാർഗറ്റ് ഇതെല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ ഷോർട്ടാക്കി പറഞ്ഞുതരാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഒരു എൻട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് പ്രീമിയം കയറുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കയറുന്നതിനനുസരിച്ച് ഒരു നിശ്ചിത ഗ്യാപ്പിൽ സ്റ്റോപ്പ് ലോസിനെ മോഡിഫൈ ചെയ്ത് മുകളിലോട്ട് മാത്രം കൊണ്ടുവരുന്ന പരിപാടിയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷന്. അതായത് ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസിൽ നിന്നും സ്റ്റോപ്പ് ലോസ് മുകളിലോട്ട് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന്. ഓക്കെ, ഇനി അത് കോസ്റ്റ് പ്രൈസ്, ബ്രോക്കറേജ് പ്ലസ് നമ്മൾ എൻട്രി എടുത്ത പ്രൈസും കൂടിയതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ നമ്മൾ അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് എത്തി എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇനീഷ്യൽ എൻട്രി പ്രൈസ് പ്ലസ് ബ്രോക്കറേജ് ആണ്. ക്ലിയർ അല്ലേ അത്? ഇനി ട്രെയിലിംഗ് ടാർഗറ്റ്, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് താഴെ നിന്ന് ട്രെയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ TSL അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്നതിൻ്റെ പേര് മാറിയിട്ട് ട്രെയിലിംഗ് ടാർഗറ്റ് എന്നത്. പക്ഷേ നമ്മൾ എളുപ്പത്തിന് പിന്നെയും പറയും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക, ടാർഗറ്റിൻ്റെ അടുത്തെത്തുമ്പോഴേ ടാർഗറ്റിൽ എക്സിറ്റ് ആയിക്കോളൂ എന്ന് പറയും. അവിടെ ട്രെയിലിംഗ് ടാർഗറ്റ് എന്ന് ആരും പറയാറില്ല, പക്ഷേ അത് പ്രോപ്പർലി നമ്മൾ പറയേണ്ടത്. ഫൈനലി അപ്പോൾ ട്രെയിലിംഗ് ടാർഗറ്റിൽ നമ്മളിങ്ങനെ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ 3 ടാർഗറ്റ് എത്തിയിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 100, 125, 140, 160 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ആവേണ്ടത് നിർബന്ധമാണ്. സോ അതിന് നമ്മൾ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയും. അപ്പോൾ ഈ 5 വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ്, TSL, കോസ്റ്റ്, ട്രെയിലിംഗ് ടാർഗറ്റ് ഇതാണ് നോർമലി വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ധാരണ കിട്ടിയോ എങ്ങനെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്? കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിനകത്ത് എന്ത് തന്നെയായാലും നിങ്ങളുടെ മറുപടിക്കനുസരിച്ചാണ് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുടെ ചോദ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ കമൻറ്റ് നോക്കിയിട്ടാണ് അടുത്ത വീഡിയോയുടെ റെക്കോർഡിങ്ങിലേക്ക് പോവുക. സോ നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.